എൻ്റെ മോൻ ശരിയല്ലെന്ന് എനിക്കറിയാം, നീ എന്താണ് അനുഭവിക്കുന്നതെന്നും എനിക്കറിയാം, പക്ഷെ ഇതൊന്നും മീഡിയയിൽ വരരുത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടിമാരുടെ വാതിക്കൽ മുട്ടുന്ന പ്രമുഖ നടനെ തപ്പി നടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. പ്രമുഖ നടനുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ഗോസിപ്പ് വരുന്നുണ്ട്. ആരാണ്, ഏതാണ് പ്രമുഖ നടൻ എന്നൊക്കെ അറിയാൻ പലർക്കും താല്പര്യമുണ്ട്. എന്നാൽ പ്രമുഖ നടനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് മുമ്പ് 5 വർഷം മുമ്പാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങുന്നത്. ഇതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഈ 5 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി ഒരു മീറ്റു ആരോപണം നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ നടൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ മീറ്റു ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പൂർണ്ണമായി ഒന്ന് വായിച്ച് കഴിയുമ്പോൾ ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ടാകും. പ്രമുഖ നടൻ തന്നെയാണ് പുള്ളിക്കാരൻ. നമ്മുടെ നാട്ടിലെ ഒരു ഹാസ്യ നടനാണ്, നമ്മുടെ നാട്ടിലൊരു നായക നടനാണ്, നമ്മുടെ നാട്ടിലൊരു സഹനടനാണ്. സിനിമാ മേഖലയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആ മാധ്യമ വാർത്ത എങ്ങനെയാണ്? മനോരമയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒക്ടോബർ 9, 2018 ആണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മീ ടു ക്യാമ്പയിൻ, മുകേഷിന്റെ നേരെ ആരോപണമായി സംവിധായക. ഇനി ഈ വാർത്തയുടെ പൂർണ്ണ രൂപം ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം. സിനിമാ ലോകത്തെ പിടിച്ചുലച്ച മീ ടു ക്യാമ്പയിൻ മലയാള സിനിമയിലേക്ക്. ടെസ് ജോസഫ് എന്ന ടെലിവിഷൻ സംവിധായകയാണ് നടൻ മുകേഷിന് നേരെ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. 19 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ടെസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മീ ടു ഇന്ത്യ, ടൈപ്പ് അപ്പ് മീ ടു എന്നീ ഹാഷ്ടാഗുകൾ ചേർത്ത് ഇതാണ് തനിക്ക് പറയാനുള്ളത് എന്ന് എഴുതിയായിരുന്നു ടെസിന്റെ വെളിപ്പെടുത്തൽ. കോടീശ്വരൻ എന്ന പരിപാടിയുടെ അണിയർ പ്രവർത്തകയായിരുന്നു ടെസ്. ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് മുകേഷ് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നെന്നും തന്റെ റൂം മാറ്റിയിരുന്നെന്നും ടെസ് ആരോപിക്കുന്നു. തന്റെ ബോസ് ആണ് തന്നെ ഇതിൽ നിന്നും രക്ഷിച്ചതെന്നും ടെസ് പറയുന്നു. ആ പരിപാടിയിൽ ഏക വനിത അംഗം ഞാനായിരുന്നു. ഒരു രാത്രി ഫോൺ കോളുകൾ നിലയ്ക്കാതെ വന്നപ്പോൾ തന്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ റൂമിൽ താമസിക്കേണ്ടി വന്നു. തന്റെ റൂം മാറ്റിയത് എന്തിനെന്ന് ഹോട്ടൽ അധികൃതരോട് ചോദിച്ചപ്പോൾ മുകേഷ് പറഞ്ഞിട്ടാണ് മാറ്റിയതെന്നായിരുന്നു മറുപടി. ഇത് നടൻ മുകേഷ് തന്നെയാണോ എന്നൊരാൾ ട്വിറ്റിന് താഴെയായി ചോദിച്ചപ്പോൾ മുകേഷിന്റെ ചിത്രം ട്വിറ്റ് ചെയ്താണ് അതെ എന്ന് ടെസ് മറുപടി നൽകിയത്. അപ്പം മീറ്റു ആരോപണവുമായി ബന്ധപ്പെട്ട് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു നടന് നേരെ മീറ്റു ആരോപണം വരുന്നു. അത് സാക്ഷാൽ മുകേഷാണ്. നിലവിൽ നമ്മുടെ നാട്ടിലെ MLA ആണ് മുകേഷ്. 2ാം ടൈമിലും MLA ആയി MP മത്സരിച്ച് തോറ്റു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മുകേഷ് അത്യാവശ്യം സിനിമകളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇതിന്റെ ചരിത്രത്തിൽ ആദ്യമായി മീറ്റു ആരോപണം നേരിടുന്ന വ്യക്തി മുകേഷാണ്. വായിച്ചു വരാൻ നേരത്ത് ഹോട്ടലുണ്ട്, ഹോട്ടലിൽ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ചില സാമ്യങ്ങളൊക്കെ ചില ഇടങ്ങളിലേക്ക് നമുക്ക് തോന്നിപ്പോവും. തെറ്റു പറയാൻ പറ്റത്തില്ല. എനിക്ക് നേരെ കേസെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇത് വാർത്ത വന്നതാണ്, വാർത്തയാണ് ഞാൻ വായിക്കുന്നത്. ഈ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ശോഭിച്ച് നിൽക്കുന്ന മുകേഷുമായി ബന്ധപ്പെട്ട് ചില മറ്റു വാർത്തകൾ തന്റെ മുൻ ഭാര്യ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ടുഡേക്ക് വേണ്ടി സംസാരിച്ചാണ് സരിത. ആദ്യ ഭാര്യയാണ് മുകേഷിന് അഭിഹിതങ്ങൾ ഉണ്ടായിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ വയറിൽ ചവിട്ടി സരിത അന്ന് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. സിനിമ മേഖലയിൽ പ്രണയവും വിവാഹമോചനവും വളരെ സാധാരണമാണ്. ഇതിനിടയിൽ ഗാർഹിക പീഡനങ്ങൾ നിലനിൽക്കുന്നവരും ഒട്ടേറെയാണ്. ചിലർ പിൻകാലത്ത് അത്തരം പീഡനങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് നടി സരിത. 70കളിലും 80കളിലും സിനിമയിൽ സജീവമായിരുന്ന സരിതയും നടൻ മുകേഷും തമ്മിലുള്ള വിവാഹത്തിന് സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു. സരിതയുടെ ആദ്യ വിവാഹം 16ാം വയസ്സിൽ തെലുങ്ക് നടനായ വെങ്കട് സുബയുമായിട്ടായിരുന്നു. വിവാഹം പരാജയമായതോടെ മുകേഷുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നാലെ സരിത അഭിനയം നിർത്തി കുടുംബ ജീവിതത്തിലേക്ക് കടന്നു. എന്നാൽ ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സരിത താൻ അനുഭവിച്ച ദുരിതങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഞെട്ടി. അത്രത്തോളം ക്രൂരമായാണ് ഭർത്താവ് മുകേഷ് തന്നോട് പെരുമാറിയതെന്നായിരുന്നു സരിതയുടെ വെളിപ്പെടുത്തൽ. അപ്പം സരിതയുടെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടാണ്. ഇതിന്റെ വിഷ്വൽസ് നമുക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാവും. അവർ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അവർ കള്ളം പറയുകയാണോ അല്ലയോ എന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഗർഭിണിയാണെന്ന് പോലും പരിഗണിക്കാതെ മുകേഷ് വയറിന് ചവിട്ടിയതിനെ കുറിച്ചും വേദന കൊണ്ട് പൊളഞ്ഞതിനെ കുറിച്ചും നിറകണ്ണുകളോടെ സരിത സംസാരിക്കുന്നത്. താനുമായി കുടുംബജീവിതം നയിക്കുന്ന സമയത്തും മറ്റു അഭിഹിതങ്ങൾ മുകേഷിന് ഉണ്ടായിരുന്നെന്നും നടന്റെ അച്ഛൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ആരെയും ഒന്നും അറിയിച്ചിരുന്നില്ലെന്നും സരിത പറഞ്ഞു. സരിതയുടെ വാക്കും: അർദ്ധരാത്രി മദ്യവെച്ച് കയറി വരും, വൈകിയതിനെ കുറിച്ച് ചോദിച്ചാൽ മുടി പിടിച്ച് വലിച്ച് അടുക്കളയിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യും. വളരെ ചീപ്പായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് പോലും ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നത് മുതലാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അവസാനിപ്പിച്ചത്. മുകേഷ് മൂലം അനുഭവിക്കുന്നതൊന്നും മീഡിയയോട് പറയരുതെന്ന് മുകേഷിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. എൻ്റെ മോൻ ശരിയല്ലെന്ന് എനിക്കറിയാം, നീ എന്താണ് അനുഭവിക്കുന്നതെന്നും എനിക്കറിയാം, പക്ഷെ ഇതൊന്നും മീഡിയയിൽ വരരുത്.
എയർപോർട്ടിൽ കൂട്ടാൻ വന്നപ്പോൾ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മകൻ 5 വയസ്സുള്ളപ്പോൾ മഞ്ഞപ്പിത്തം വന്നു. അത് പറയാൻ ഞാൻ മുകേഷിനെ വിളിച്ചപ്പോൾ നീ എന്നെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് ചോദിച്ചത്. അത് പറയുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുകയായിരുന്നു. കാരണം ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 5 വയസ്സുള്ള മകന് മഞ്ഞപ്പിത്തം വന്നുവെന്ന് അറിയിക്കുമ്പോൾ അച്ഛൻ ഫീലിങ്സ് വരണ്ടേ. ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ വയറ്റിൽ ചവിട്ടുമായിരുന്നു. വേദന കൊണ്ട് കരയുമ്പോഴും നീ ഒരു മികച്ച നടിയാണെന്ന് അദ്ദേഹം എന്നെ നോക്കി കളിയാക്കി. 9ാം മാസത്തിൽ വയറും വെച്ച് ഞാൻ കാറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ മനഃപൂർവ്വം അദ്ദേഹം വാഹനം മുന്നോട്ടെടുത്തതിനാൽ ഞാൻ തടഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. തുടർച്ചയായി അദ്ദേഹം എന്തെങ്കിലും ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അനുഭവിച്ച പീഡനങ്ങൾ ഓർത്തിട്ട് നിറ കണ്ണുകളോടെ സരിത പറഞ്ഞു. നമ്മൾ ആലോചിച്ചു നോക്കുക, മീറ്റ് ആരോപണം നേരിട്ട ആദ്യത്തെ നടനാണ് മുകേഷ്. കൃത്യമായി പ്രോപ്പറായിട്ട് അവർ മുകേഷിന്റെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുൻ ഭാര്യയുടെ വെളിപ്പെടുത്തൽ നമുക്ക് മുന്നിലുണ്ട്. ഇതൊന്നും ഞാൻ ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് എടുത്ത് പറയുന്നില്ല. നടൻ മുകേഷുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വാർത്തകൾ വന്നതിന് ശേഷമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 5 വർഷങ്ങൾക്ക് മുമ്പെടുത്ത റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം കൂടുതലൊന്നും എവിടെയും തപ്പിപ്പോകേണ്ടി വരുന്നില്ല എന്ന് ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പ്രമുഖ നടനാണ് പുള്ളിക്കാരൻ, പ്രമുഖ നായകനായിരുന്നു, പ്രമുഖ സഹനടനാണ്, പ്രമുഖ കോമഡി ആർട്ടിസ്റ്റാണ്. അങ്ങനെ പല മേഖലയിലും പ്രമുഖനായിട്ട് നിൽക്കുന്ന ഒരാളാണ് മുകേഷ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുക.